എന്തായി ഹരിയേട്ടാ? അമ്മ ഹോസ്പിറ്റലിൽ നിന്ന് എത്തിയിട്ട് വിളിച്ചോ? ഓപ്പറേഷൻ ഉടനെ വേണ്ടി വരും. ആലോചിച്ചിട്ടൊരു പിടുത്തം കിട്ടുന്നില്ല. ഏത് കഷ്ടപ്പാടിലും ജീവിക്കാൻ തോന്നുന്നത് അമ്മയുടെ ചിരിച്ച മുഖമാണ്. ഞാൻ കാരണം അതില്ലാണ്ടായാൽ. എന്താ ഹരിയേട്ടാ ഇത്? കൊച്ചുകുട്ടികളെ പോലെ. അമ്മയുടെ ഓപ്പറേഷൻ പറഞ്ഞ സമയത്ത് തന്നെ നടക്കും. ഹരിയേട്ടൻ ധൈര്യമായിട്ടിരിക്കും. പിന്നെ കുറച്ച് കാശ് ഞാനും കരുതി വെച്ചിട്ടുണ്ട്. വേണ്ടടോ, എത്ര വെച്ചിട്ടാ നീ എന്നെ സഹായിക്കുക? അതെ, ഹരിയേട്ടൻ എന്നെ അന്യായി കാണുന്നതിൻ്റെയാ ഈ ഈഗോ. തന്ന കാശൊക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. എന്നെ കിട്ടുമ്പോഴേ സ്ത്രീധനത്തിൽ നിന്ന് കുറച്ചാൽ മതി. സാർ ഫോൺ. നീ പോയിക്കോ. ഓക്കെ സാർ. ഹലോ, ഏട്ടൻ എന്താ ഫോൺ എടുക്കാത്തെ? എത്ര നേരമായി വിളിക്കുന്നറിയോ? ഡോക്ടർ എന്താ പറഞ്ഞേ? ഓപ്പറേഷൻ ഉടൻ വേണമെന്നാ പറഞ്ഞേ. ഞാൻ അമ്മയ്ക്ക് കൊടുക്കാം. മോനെ, കുഴപ്പമൊന്നുമില്ല, മരുന്നുകൊണ്ട് മാറും. നീ ഓരോന്നോർത്ത് ആദ്യം കൂട്ടണ്ട. പിന്നെ ഒരു സന്തോഷ വാർത്തയുണ്ട്. ഹോസ്പിറ്റലിൽ വെച്ച് അച്ഛനാരെയും പ്രപ്പോസ് ചെയ്തോ? അതൊന്നുമല്ല, നീ ഒന്ന് വേഗം വന്നേ. ആ, അങ്ങനെ വനവാസത്തിനുള്ള സമയമായി. എൻ്റെ കുട്ടി, അധിക കാലമൊന്നും അവിടെ നിൽക്കണ്ട. ഇവളെ കെട്ടിച്ചയക്കാനുള്ള കാശായ നീ ഇങ്ങ് പോരെ. നീ അടുത്തില്ലാണ്ട് അമ്മയ്ക്ക് എന്തിനാടാ കുറെ കാശ്? ആദ്യം അമ്മയുടെ ഓപ്പറേഷൻ, അതിനുശേഷം അച്ഛൻ്റെ കല്യാണം. അതിനു മുൻപ് ഏട്ടൻ കൊണ്ടുവരുമെന്നാ എന്റെ പേടി. ഏട്ടന്റെ വിളിക്ക് വേണ്ടി റെഡിയായിട്ട് നിൽക്കുന്ന ഒരാളുണ്ട്. ആണോടാ? അത് പിന്നെ അമ്മ. നമ്മുടെ കേമോ, നീ ആള് കൊള്ളാലോ. ഒന്ന് പോവാമേ, എനിക്കെന്തരടി?